ഈ ഇന്നത്തെ ന്യൂജൻ തലമുറയ്ക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എക്സാമ്പിൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളൊക്കെ നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഫീഡിൽ വരുന്നത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മുടെ ഫീഡിലേക്ക് വരുന്നതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ മാധ്യമ പ്രവർത്തകരാണ്, പലപ്പോഴും എന്തെങ്കിലും പൊളിറ്റിക്കൽ കണ്ടന്റ് ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായി, പ്രത്യേകിച്ച് ഇൻസ്റ്റയുടെയൊക്കെ അൽഗോരിതം എന്ന് പറയുന്നത് നമുക്കത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതമാണ്. നമ്മുടെ മൂഡ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഫീഡിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നത്. സമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയല്ലേ, നമ്മൾ ഒരു ഏത് മൂഡിലായിരിക്കുന്നോ, നമ്മളൊരു വിഷമിച്ച് ദിവികാരണത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മളൊന്ന് സങ്കടപ്പെട്ട് ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുവോ, ഈ സോഷ്യൽ മീഡിയ ഫീഡുകൾ എങ്ങനെയാണ് നമ്മുടെ മൂഡ് അവരുടെ അൽഗോരിതം കൃത്യമായിട്ടും ഡിറ്റക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ദിവികാരണത്തിന് അല്ലെങ്കിൽ ദിവികാരണത്തിൽ സന്നിഹിതനായിട്ടുള്ള ഈശോയ്ക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മൂഡ് എന്താണ്, മൂഡ് ഇൻ ദ സെൻസ് കുറച്ചും കൂടി മനസ്സിലാവുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ എന്താണ്, നമ്മൾക്ക് എന്താണ് വേണ്ടത്, അത് തന്നെയാണല്ലോ സോഷ്യൽ മീഡിയ നമുക്ക് നല്ലത്. ഇപ്പോൾ ആമസോണിൽ നമ്മൾ എന്താ പറയുക, ഒരു മൊബൈൽ ഫോൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലായിടത്തും മൊബൈൽ ഫോണിൻ്റെ പരസ്യങ്ങൾ ഇങ്ങനെ കയറി വരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താണോ തിരയുന്നത് അത് കൃത്യമായിട്ടും ദിവ്യകാരുണ്യം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. നമുക്ക് സമ്മാനിക്കുന്ന അതിമനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത് എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.